നാലാമത്തെ പോക്സോ കേസുണ്ടായിട്ടും 1.5 മാസം കഴിഞ്ഞിട്ടും സ്ഥിരം കുറ്റവാളിയായ യുവതിയെ പിടികൂടാനാകാതെ പോലീസ്. യുവതി അവസാനമായി പീഡനത്തിനിരയാക്കിയത് 16 വയസ്സുകാരിയെ. കണ്ണൂർ തളിപ്പറമ്പിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹ മെർലിനെയാണ് കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പീഡന പരാതി രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിട്ടിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിയാതെ പോയിരിക്കുന്നത്. പ്രതിയെ പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും എവിടെയാണെന്നുള്ള ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. തളിപ്പറമ്പിലെ 3 പോക്സോ കേസുകൾക്ക് പുറമെ പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണിത്. ഒടുവിൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്കും സഹോദരിക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി നൽകിയാണ് സ്നേഹ വലയിലാക്കിയത്. ഇരയായ പെൺകുട്ടിക്ക് പുറമെ സഹോദരിയെയും പ്രതി ലക്ഷ്യമിട്ടിരുന്നതായി വിവരമുണ്ട്. മുൻപ് 3 കുട്ടികളെയും സമാന രീതിയിൽ സമ്മാനങ്ങൾ നൽകി വശീകരിച്ചാണ് ലൈംഗികാതിക്രമത്തിന് പ്രതി ഇരയാക്കിയിരുന്നത്. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലായത്. ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും സ്നേഹ പലതവണ പീഡനത്തിനിരയാക്കിയിരുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തന്നെ മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് 3ാമത്തെ കേസ് സ്നേഹയ്ക്കെതിരെ എടുത്തത്. ഏതായാലും നിലവിൽ ഗുരുതരമായി പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ലുക്കൌട്ട് സർക്കുലർ നിലനിൽക്കുകയും ചെയ്യുന്ന പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്നത് പോലീസിന് വമ്പൻ നാണക്കേടായിരിക്കുകയാണ്. മലയാളം ടെലിവിഷൻ, കാസർഗോഡ്. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.